നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ മൂലം 8 നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ്. ജൂലൈ 24 മുതൽ, അതായത് കർക്കിടകം 1-ാം തീയതി മുതൽ ബുധൻ എന്ന ഗ്രഹം ജ്വലനാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും ബുധൻ നമ്മൾക്ക് നൽകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർക്കിടകം രാശിയിലേക്ക് ജ്വലനാവസ്ഥയിൽ ബുധൻ എത്തുന്നത്. ഒരു ഗ്രഹം സൂര്യനോട് അടുത്ത് വരുമ്പോഴാണ് അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നത്. ഈ അവസ്ഥയിലാണ് പലപ്പോഴും ആ ഗ്രഹത്തിന് ജ്വലനം സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം ചില നക്ഷത്രക്കാർക്ക് അത് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കർക്കിടകം പോലുള്ള ജലരാശിയിൽ ബുധൻ ജ്വലനാവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. കർക്കിടകത്തിൽ ബുധൻ ജ്വലനാവസ്ഥയിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ ചിന്തയെയും വിശകലന ബുദ്ധിയെയും എല്ലാം സ്വാധീനിക്കുന്നത് ഈ ബുധൻ എന്ന ഗ്രഹമാണ്. എന്നാൽ കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും ഈ ബുധൻ എന്ന ഗ്രഹത്തിന്റെ സ്വാധീനം മൂലം കുടുംബവും വൈകാരിക തീരുമാനങ്ങളും എല്ലാം എടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. അത് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില നക്ഷത്രക്കാരില് ചില ഗുണാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ്. അത് ഏതൊക്കെ നക്ഷത്രമാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അവർക്ക് പ്രത്യേകം ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. ആ ഗുണങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. ആ ഗുണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. ഈ കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കുന്നത്. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇരട്ടിയാവുന്ന ഒരു സമയമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഗുണാനുഭവങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമൊക്കെ സാധിക്കുന്നു. സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടാതെ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. ബുധൻ എന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്കാണ്. ബുധൻ കന്നിരാശിക്കാരെ ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് യുക്തിയോടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് എപ്പോഴും സാധിക്കുന്നതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചില പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുവാനുള്ള ഒരു സമയമാണെന്ന് ഉള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ സമയം സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായി മാറുകയാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പുതിയ ഭവനം, വാഹനം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം വന്ന് ഭവിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഈ ബുധന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത് പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തറുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ്. മീനം രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ആരോഗ്യം വളരെ ഉചിതമായ നിലയിലേക്ക് എത്തുന്നതാണ്. യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും കുടുംബത്തിൽ ഉണ്ടാകുകയില്ല. സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഈ സമയം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. കൂടാതെ വിവാഹമൊക്കെ താമസിച്ചവരുടെ വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ യാതൊരു വിധത്തിലുള്ള ബാധ്യതകളോ പ്രശ്നങ്ങളോ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്.
ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഉയർച്ചയും ഉന്നതിയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഈ ഭാഗ്യം ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം ലഭിക്കുന്നത് ജൂലൈ 24 മുതൽ 90 ദിവസത്തേക്കാണ് ഇത് ലഭിക്കുന്നത്. ഇതിനായി നിങ്ങൾ എല്ലാവരും ബുധനാഴ്ച വ്രതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. അന്നദാനം നടത്തുമ്പോൾ അത് കൃത്യമായ കൈകളിലേക്കാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒരാൾക്കേ അന്നദാനം നടത്തിയുള്ളൂവെങ്കിലും അത്രയും പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.